ഇന്നത്തെ ഗോസ്പല് കൃത്യമായ ഡിസ്റ്റിങ്ഷനാണ്. യേശു തന്നെ ഈ ഭൂമിയിൽ നിന്ന് വേർതിരിച്ച് മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ. യേശു പറയുന്നു, ഞാൻ പോവുകയാണ്, നിങ്ങളെന്നെ അന്വേഷിക്കും, പക്ഷെ നിങ്ങളെന്നെ കാണില്ല, കാരണം ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയില്ല. എന്നിട്ട് യേശു പറയും, ഞാൻ ഈ ഭൂമിയിലുള്ളവനല്ല, പക്ഷെ നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരാണ്. ഇങ്ങനെ കൃത്യമായൊരു ഡിസ്റ്റിങ്ഷൻ നടത്തുമ്പോൾ അവർക്ക് സംശയമായി. അവർ ചോദിച്ചു, ഇനിയും സൂയിസൈഡ് ചെയ്യുന്നതാണോ പറഞ്ഞു വരുന്നത്? കാര്യം നമ്മൾ ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. യഹൂദരുടെ രീതി അനുസരിച്ച് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരിടം എന്ന് പറയുന്നത് ഈ സൂയിസൈഡൊക്കെ ചെയ്തു പോകുന്ന മനുഷ്യരുടെ ജീവിതമാണ്. അങ്ങനെ കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടാതിരിക്കുമ്പോൾ യഹൂദർ ആദ്യമായി യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ ആരാണ്? അപ്പോൾ യേശു പറയുന്ന മനോഹരമായൊരു ഉത്തരമുണ്ട്. ഞാൻ ആരംഭം മുതൽ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. വളരെ കൃത്യമായ ഉത്തരമാണല്ലേ. ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മാറ്റമില്ല. അതാണ് ഡിസ്റ്റിങ്ഷൻ. ദൈവത്തെയും മനുഷ്യനെയും വേർതിരിച്ച് കാണാവുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സ്വഭാവത്തിലാണ്. മനുഷ്യന് കാര്യങ്ങളോട് മാറ്റമുണ്ടാകും, ചിന്തകളോട് മാറ്റമുണ്ടാകും, പ്രവൃത്തികളോട് മാറ്റമുണ്ടാകും, മനോഭാവത്തോട് മാറ്റമുണ്ടാകും. പക്ഷേ മാറ്റമില്ലാത്ത ഒരുവൻ ആദ്യം മുതൽ തന്നെ മാറ്റമില്ലാതെ നിൽക്കുന്നതും ദൈവമാണ്. കൃത്യമായ ഉത്തരമാണ്. നീ ആരാണെന്ന ചോദ്യത്തിന് ആദ്യം മുതലേ എന്താണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമല്ലേ. ആരാണ് നീ എന്ന് മോശ ചോദിക്കുമ്പോൾ യേശു കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ്. അതുതന്നെയാണ് പുതിയ നിയമത്തിൽ ആ വചനം മാംസം ധരിച്ച് ക്രിസ്തുവായി മാറുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് അതിൽ തന്നെ മറ്റൊന്നാണ്. കാര്യങ്ങൾ അത്രത്തോളം ഗ്രഹിക്കാൻ മനുഷ്യർ കഴിയുന്നില്ല, യഹൂദർക്കും കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ സുവിശേഷം പറഞ്ഞു തരുന്നുണ്ട്. മാറ്റമില്ലാത്തൊരു ദൈവം നമുക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ വാക്കുകളൊക്കെ വളരെ കൃത്യമാണ്, അതിന് മാറ്റമൊന്നുമില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വളരെ കൃത്യമാണ്, അതിനും മാറ്റമൊന്നുമില്ല. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ഞാൻ കൈവിടുകയില്ല, കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ കാത്തുപാലിക്കും. ഇങ്ങനെ ചില വാക്കുകൾ കൊണ്ടൊക്കെ കർത്താവ് നമുക്ക് തന്ന ചില പ്രോമിസുകളുണ്ട്. ഈ പ്രോമിസുകൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, കാരണം അവന് മാറ്റമില്ലല്ലോ. പിന്നെ അവൻ്റെ വാക്കുകൾക്ക് തന്നെ മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ബുദ്ധി കൊണ്ടും നമ്മളുടെ ചിന്ത കൊണ്ടും നമ്മൾ ദൈവത്തെ അളക്കും. എന്നിട്ട് നമുക്കൊരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് പറയും, കർത്താവെ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, നീ എന്താ എൻ്റെ കൂടെ നിൽക്കാത്തെ, നിന്നെ വിശ്വസിച്ചല്ല ഞാനിതൊക്കെ ചെയ്തത്. ഇങ്ങനെ ദൈവം നമ്മളെ കൈവിട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ചില സമയമുണ്ട്. അത് മനുഷ്യരുടെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. മാറ്റമില്ലാത്തൊരു ദൈവം കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്, അവൻ്റെ സ്വഭാവവും കൃത്യമാണ്. പ്രിയമുള്ളവരെ, ഇത് സുവിശേഷം നമുക്ക് നൽകുന്നത് മാറ്റമില്ലാത്തൊരു ദൈവത്തിൻ്റെ ചിത്രമാണ്. ദൈവത്തിന് മാറ്റമില്ല, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ മാറ്റമുള്ള മനുഷ്യരെന്തുകൊണ്ടാണ് ദൈവവുമായി ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ചിന്ത കുറച്ചും കൂടി മാറ്റിപ്പിടിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി മനോഹരമായൊരു ജീവിതത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തെ മുറുകെ പിടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. ആരെല്ലാം മാറിയെന്നാലും കൂട്ടായി കൂടെ ഇല്ലെങ്കിലും യേശു മാറുകില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. ആർത്തിരമ്പും കടലും പൊങ്ങും തിരമാല വന്നാലും കാണുന്നൻ പ്രിയൻ മുഖം. ഉയർത്തും കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചവൻ മാറോടും ചേർത്തിടും ഞാൻ തളർന്ന. ആർത്തിരമ്പും കടലും പൊങ്ങും തിരമാല വന്നാലും കാണുന്നൻ പ്രിയൻ മുഖം. ഉയർത്തും കരങ്ങൾ നീട്ടി എന്നെ വിളിച്ചവൻ മാറോടു ചേർത്തിടും ഞാൻ തളർന്ന. തകർന്നു പോകുവാൻ അനുവദിക്കില്ല
പതിക്കില്ല, വീണു പോകില്ല ഒരിക്കലും. ബലമുള്ള കരം എന്നെ പിടിച്ചതിനാ താഴുകില്ല, ഞാൻ തളരുകില്ല. ബലമുള്ള കരം എന്നെ പിടിച്ചതിനാ താഴുകില്ല, ഞാൻ തളരുകില്ല. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. അവൻ വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല. കൈത്താളമേളത്തോടെ നൃത്താഘോഷങ്ങളോടെ ആർത്തും ഉല്ലസിച്ചും ഞാൻ പാടും. തോൽവിയില്ല എനിക്കിനി, ജയം ജയം എന്നാർത്തും ഉല്ലസിച്ചും ഞാൻ പാടും. കൈത്താളമേളത്തോടെ നൃത്താഘോഷങ്ങളോടെ